ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നിങ്ങളെല്ലാവരും LSSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇനിയും ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വേഗം പഠിക്കാൻ തുടങ്ങുക. ഇനി നമ്മുടെ മുന്നിൽ കുറേ സമയമില്ലല്ലേ, എക്സാം അടുക്കാറായി. ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് LSSന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് LSS എക്സാമിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിൽ എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എല്ലാ ജീവികൾക്കും എന്താണ് അതിൻ്റേതായ സറൗണ്ടിങ്സിൽ, അതിൻ്റേതായ ചുറ്റുപാടിൽ ജീവിക്കാൻ അതിന് കുറേ അധികം സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടാവും, കുറേ പ്രത്യേകതകൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാ ഓർഗാനിസത്തിനും, എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ് അതിൻ്റേതായ സറൗണ്ടിങ്സിൽ, അതിൻ്റേതായ എൻവിറോൺമെൻറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ പെക്യുലാരിറ്റീസ്, കുറേ പ്രത്യേകതകളുണ്ട്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ജീവികളുടെയും അഡാപ്റ്റേഷൻ ആണ് ഇവിടെ പഠിക്കേണ്ടത്. ഇവിടെ നമുക്ക് ആദ്യം എന്താണ് ഡക്കിൻ്റെ അഡാപ്റ്റേഷൻ, താറാവിൻ്റെ അനുകൂലനം എന്താണെന്ന് നോക്കിയാലോ. ഡക്കിൻ്റെ അഡാപ്റ്റേഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഫീച്ചർ എഴുതാൻ പറ്റിയതാണ്. എന്താണ്? അതിൻ്റെ തൂവലുകൾ എണ്ണമയമുള്ളതാണ്. ഓയിലി ഫെദേഴ്സ് ആണ് താറാവിന്, ഡക്കിന് ഉള്ളത്. ഓക്കെ, എന്താണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു? എന്താണ്? ഓയിലി ഫെദേഴ്സ്, എണ്ണമയമുള്ള തൂവലുകൾ എന്ന് പറയാം. ഈ താറാവുകൾ, ഡക്കുകൾ എന്താണ് കുറേ സമയം വെള്ളത്തിലായിരിക്കില്ലേ, അധിക സമയം വെള്ളത്തിലാണ് അത് നിൽക്കുക. അപ്പോൾ അതിൻ്റെ തൂവലുകളിലൊക്കെ വെള്ളം തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വെള്ളമായാൽ തൂവലുകൾ ഒട്ടിപ്പിടിക്കില്ലേ? അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ താറാവിൻ്റെ തൂവലുകൾ എണ്ണമയമുള്ളതാക്കിയത്. ഓക്കെ, സോ നിങ്ങൾ അഡാപ്റ്റേഷൻ ഓഫ് ഡക്കിൽ ആദ്യത്തെ പോയിന്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓയിലി ഫെദേഴ്സ് ആണ് ഡക്കിന്. ഓയിലി ഫെദേഴ്സ്, എണ്ണമയമുള്ള തൂവലുകളാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ആണ്. എന്താണ്? വെബ്ഡ് ഫീറ്റ്, പർമ്മബന്ധിയായ കാലുകളാണ്. നിങ്ങൾ താറാവുകളുടെ, ഡക്കുകളുടെ കാലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ എന്താണ്? പരസ്പരം കണക്റ്റഡ് ആയിരിക്കും അല്ലേ? ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള കാലുകളാണ് ഡക്കുകൾക്ക് ഉണ്ടാവുക. ഇതിനെന്താണ് നമ്മൾ പറയുക? വെബ്ഡ് ഫീറ്റ്, ചർമ്മബന്ധിയായ കാലുകൾ എന്നാണ് പറയുക. എന്തിനാണ് ഇങ്ങനെ കൊടുത്തത്? താറാവിന് നീന്താൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനാണ്? സ്വിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വെബ്ഡ് ഫീറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ താറാവുകളുടെ, ഡക്കുകളുടെ ചുണ്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനത്തെ ചുണ്ടുകളാണ് മക്കളെ താറാവുകൾക്കുള്ളത്? പരന്ന ചുണ്ടുകളാണ്, ഫ്ലാറ്റ് ബീക്സ് ആണ്. ഓക്കെ, എന്തിനാണ് താറാവുകൾക്ക് ഇങ്ങനെയുള്ള പരന്ന ചുണ്ടുകൾ കൊടുത്തത്? അതിന് മീൻ പിടിക്കാൻ, വെള്ളത്തിൽ നിന്നൊക്കെ മീൻ പിടിക്കാനും പിന്നെ മണ്ണിലൊക്കെ ഇങ്ങനത്തെ ചുണ്ടുകൾ ഇറക്കി വെച്ചിട്ടാണ് അത് ഇരകളെ പിടിക്കുന്നത്. അതായത് ടു ക്യാച്ച് പ്രേ, ഇരയെ പിടിക്കാനൊക്കെയാണ് താറാവുകൾക്ക് ഇങ്ങനെ പരന്ന ചുണ്ടുകൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കണ്ടില്ലേ, നല്ല പരന്നിട്ടുള്ള ഫ്ലാറ്റ് ബീക്സ് ആണ് ഡക്കിന് ഉള്ളത്. സോ ഈ 3 പോയിന്റ്സ് ആണ് അഡാപ്റ്റേഷൻ ഓഫ് ഡക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ചിത്രം മനസ്സിൽ വെക്കുക. 3 പോയിന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഓയിലി ഫെദേഴ്സ്, എണ്ണമയമുള്ള തൂവലുകളാണ്. പിന്നെ കാല് നോക്കുകയാണെങ്കിൽ വെബ്ഡ് ഫീറ്റ് ആണ്, പരസ്പരം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ചർമ്മബന്ധിയായ കാലുകളാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞതാണ് നമ്മൾ ചുണ്ട് എന്താണ്? ഫ്ലാറ്റ് ബീക്സ് ആണ്, പരന്ന ചുണ്ടുകളാണ്. ഈ 3 പോയിന്റ്സ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ജീവിയുടെ അഡാപ്റ്റേഷൻ പഠിക്കാം, അനുകൂലനം പഠിക്കാം. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ആരാണ്? ക്രോക്കഡൈൽ, മുതലയാണ് അല്ലേ? മുതലയുടെ അഡാപ്റ്റേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് നമുക്ക് എഴുതാം. മുതലയ്ക്ക്, ക്രോക്കഡൈലിന് എന്താണ്? സ്യൂട്ടബിൾ ഷേപ്പാണ്, അതിന് അനുയോജ്യമായിട്ടുള്ള ഷേപ്പാണുള്ളത്. ടു മൂവ് ഇൻ വാട്ടർ, വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ളൊരു ഷേപ്പാണ് മുതലയ്ക്കുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാം, മുതലയുടെ വാൽ എന്താണ്? നീളമുള്ള വാലാണ്, ലോങ് ടെയിലാണ് മുതലയ്ക്കുള്ളത്, ക്രോക്കഡൈലിനുള്ളത്. വെള്ളത്തിൽ
തുഴയാൻ കഴിയുന്ന നീണ്ട വാലാണ് അല്ലേ. ലോങ് ടെയിൽ ടു റോ ഇൻ വാട്ടർ. മൂന്നാമത്തെ പോയിന്റിൽ എഴുതാം എന്ത്? ലെഗ്സ് ടു മൂവ് ഓൺ ലാൻഡ്, കരയിൽ സഞ്ചരിക്കാൻ കാലുകൾ. ഓക്കെ, മുതല ക്രോക്കഡൈൽ എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്നതാണ്. സോ അതിന് കരയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അതിന് കാലുകളുണ്ട്. വെള്ളത്തിൽ നീന്താൻ വേണ്ടിയിട്ട് നീണ്ട വാലും അതിൻ്റെ ഷേപ്പും അതിനനുയോജ്യമായിട്ടുള്ള ഷേപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ അഡാപ്റ്റേഷൻ ഓഫ് ക്രോക്കഡൈൽ അനുകൂലനം മുതലയുടെ അനുകൂലനത്തിൽ പഠിക്കേണ്ടത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന അഡാപ്റ്റേഷൻ ആരുടേതാണ്? മരം കൊത്തി വുഡ് പെക്കറുടേതാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ പ്ലേസിൽ മരം കൊത്തിയെ കണ്ടിട്ടുണ്ടാവും അല്ലേ. എപ്പോഴും എന്താണ്, മരത്തിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. നമ്മൾ സൗണ്ട് ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്, മരത്തിൽ ഇങ്ങനെ കൊത്തുന്ന ശബ്ദമൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, മരത്തിൽ ഇങ്ങനെ കൊത്തണമെങ്കിൽ അതിന് എന്താണ്, നല്ല കട്ടിയുള്ള ചുണ്ട് വേണം അല്ലേ. സോ നമുക്ക് ആദ്യത്തെ പോയിന്റ്, അതിൻ്റെ അഡാപ്റ്റേഷനിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? അതിന് ബലമേറിയ കൊക്കാണ്, സ്ട്രോങ് ബീക്ക് ആണുള്ളത്. ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ ശക്തിയായിട്ട് കൊത്തണമെങ്കിൽ എന്താണ്, നല്ല ബലമേറിയ സ്ട്രോങ് ബീക്ക് വേണ്ടേ. സോ ആദ്യത്തെ പോയിന്റ് ആണ് മരം കൊത്തിയുടെ വുഡ് പെക്കറുടെ ആദ്യത്തെ പോയിന്റ് എന്താണ്? സ്ട്രോങ് ബീക്ക്, ബലമേറിയ കൊക്കാണ്. പിന്നെ നമുക്ക് അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആക്കി എഴുതാം മൂർച്ചയുള്ള നഖങ്ങളോട് കൂടിയ പാദങ്ങൾ. ഷാർപ്പ് ക്ലോസ്, ക്ലോസ് എന്ന് പറഞ്ഞാൽ നഖങ്ങളാണ് കേട്ടോ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്, മരം കൊത്തി എപ്പോഴും മരത്തിൽ ഇങ്ങനെ നിന്നിട്ട് പറ്റി പിടിച്ച് നിന്നിട്ടല്ലേ ഇങ്ങനെ ചുണ്ടോണ്ട് മരം ഇങ്ങനെ കൊത്തി അവിടെ വലിയൊരു ഓട്ട ഉണ്ടാക്കിയിട്ടാണ് അതിവിടെയാണ് നിൽക്കുക. സോ നിങ്ങൾ മനസ്സിലാക്കുക, മരത്തിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അല്ലിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നല്ല ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള നഖങ്ങൾ കൊടുത്തിട്ടുള്ളത്. സോ 2 പോയിന്റ്സ് ആണ് ഇവിടെ നിങ്ങൾ വുഡ് പെക്കറിൻ്റെത് പഠിക്കേണ്ടത്. ഒന്ന്, സ്ട്രോങ് ബീക്ക്, ബലമേറിയ ചുണ്ടുകളാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഷാർപ്പ് ക്ലോക്സ്, മൂർച്ചയുള്ള നഖങ്ങളാണ്. സോ നിങ്ങൾക്ക് എക്സാമിന് മരം കൊത്തിയുടേത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ്, മരം കൊത്തി ഒരു മരത്തിൽ നിൽക്കുന്ന ഒരു പിക്ചർ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക, എന്നിട്ട് ചിന്തിക്കുക എന്താണ്, എപ്പോഴും മരം കൊത്തി ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ ചുണ്ട് കൊണ്ട് കൊത്തുകയാണ് ചെയ്യുക. സോ അതിന് എന്ത് വേണം? നല്ല ബലമേറിയ സ്ട്രോങ് ആയിട്ടുള്ള ബീക്ക്, ചുണ്ട് വേണം. പിന്നെ മരത്തിൽ ഇങ്ങനെ അല്ലിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ നല്ല ഷാർപ്പ് ക്ലോക്സ്, മൂർച്ചയുള്ള നഖങ്ങൾ വേണം. ഓക്കെ, നിങ്ങൾ ഷാർപ്പ് ക്ലോസ് എന്നുള്ള വാക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതാണ് മൂർച്ചയുള്ള നഖങ്ങൾ എന്നാണ്. നിങ്ങൾക്കിപ്പോൾ ഈഗിളിൻ്റെത് പരുന്തിൻ്റെതൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, പരുന്തിനും എന്താണ്, ഷാർപ്പ് ക്ലോക്സ് ആണ്, മൂർച്ചയുള്ള നഖങ്ങളാണ് അതിൻ്റെ കാൽമേലുള്ളത്. സോ പരുന്തിൻ്റെ അഡാപ്റ്റേഷനിൽ എഴുതാൻ പറ്റിയൊരു പോയിൻ്റാണ് ഷാർപ്പ് ക്ലോസ് എന്നുള്ളത്. അടുത്തത് നമുക്ക് അഡാപ്റ്റേഷൻ പഠിക്കാനുള്ളത് കൊക്കിൻ്റെതാണ്. ഇവിടെ ക്രെയിൻ അല്ലേ. ക്രെയിനെ ശ്രദ്ധിച്ചേ, കൊക്കിനെ ശ്രദ്ധിച്ചേ. നമ്മൾ എവിടെയാണ് കാണുന്നത്? പാടത്ത്, വയലുകളിലൊക്കെയാണ് അല്ലേ കൊക്കിനെ അധികവും നമ്മൾ കാണാറുള്ളത്. അവിടെ എന്തിനാണ് കൊക്കുകൾ വരാറുള്ളത്? വയലുകളിലൊക്കെയുള്ള മീനുകളെ പിടിക്കാനാണ് അല്ലേ. സോ നിങ്ങൾ പാടത്തൊക്കെ വെള്ളം ഉണ്ടാവും, വെള്ളത്തിൽ മുങ്ങിപ്പോവാതെ നിൽക്കാൻ അതിന് നീണ്ട കാലുകളാണ് നമ്മുടെ കൊക്കിനുള്ളത്. എന്താണ്? ലോങ് ലെഗ്സ് ആണ്. സോ ഞങ്ങൾ പാടത്തൊക്കെ നിൽക്കുമ്പോൾ വെള്ളത്തിലൊക്കെ ആയിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊക്കിന്, ക്രെയിനിനുള്ളത് ലോങ് ലെഗ്സ് ആണ്, നീളമുള്ള കാലുകളാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച്, മീനിനെ ആണല്ലോ പിടിക്കുന്നത്. മീനുകളെ ഇങ്ങനെ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് നീണ്ട മൂർച്ചയുള്ള കൊക്കാണുള്ളത്. അതിൻ്റെ കൊക്ക് എന്ന് പറയുന്നത് നീണ്ട മൂർച്ചയുള്ള കൊക്കുകളാണുള്ളത്. ലോങ് പോയിന്റഡ് ബീക്ക് എന്ന് പറയാം. പിന്നെയോ അതിൻ്റെ കഴുത്തും നീളമുള്ളതാണ്, നീളമുള്ള കഴുത്താണ്, ലോങ് നെക്ക്. സോ ഈ 3 പോയിന്റുകളാണ് നിങ്ങൾ അഡാപ്റ്റേഷൻ ഓഫ് ക്രെയിൻ, കൊക്കിൻ്റെ അനുകൂലനത്തിൽ പഠിക്കേണ്ടത്. സിമ്പിൾ ആണല്ലേ. നീളമുള്ള ചുണ്ട്, നീളമുള്ള കഴുത്ത്, നീളമുള്ള കാലുകൾ. ഓക്കെ, പഠിച്ചില്ലേ കുട്ടികളെ? നമുക്ക് അടുത്തൊരു അഡാപ്റ്റേഷൻ പഠിക്കാം. ആരാണ് ചിത്രത്തിലുള്ളത്? ഈഗിൾ, പരുന്താണ് അല്ലേ. പരുന്തിൻ്റെ അഡാപ്റ്റേഷൻ ചോദിച്ചാൽ നമുക്ക് ആദ്യത്തെ പോയിന്റ് എഴുതാം. എന്താണ്? അതിൻ്റെ ചിറകുകൾ, വിങ്സ് നോക്കിക്കേ. എന്താണ്? നല്ല സ്ട്രോങ് വിങ്സ് ആണ്, ബലമുള്ള ചിറകുകളാണ്. നമുക്കറിയാം പരുന്താണ് ഏറ്റവും ഉയരത്തിൽ പറക്കാൻ പറ്റും അല്ലേ. നല്ല ഹൈറ്റിൽ പറക്കാൻ പറ്റും. അതിനെന്ത് വേണം? നല്ല ബലമുള്ള ചിറകുകൾ വേണം. സോ നമുക്ക് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതാം സ്ട്രോങ് വിങ്സ് എന്ന് എഴുതാം. നമുക്ക് അടുത്ത പോയിന്റ് എഴുതാം. ഈഗിളിൻ്റെ, പരുന്തിൻ്റെ ചുണ്ടെന്ന് പറയുന്നത് എന്താണ്? വളഞ്ഞ് മൂർച്ചയുള്ള ചുണ്ടാണ്. ഓക്കെ, എന്താണ്?
കേർവ്ഡ് ഷാർപ്പ് ബീക്ക്. നമ്മൾ പറഞ്ഞിരുന്നു ഡക്കിൻ്റെത്, താറാവിൻ്റെത് പരന്ന ചുണ്ടാണ്, എന്നാലോ ഈഗിളിൻ്റെത് വളഞ്ഞ മൂർച്ചയുള്ള ചുണ്ടാണ്. ഓക്കെ, അടുത്തത് നഖങ്ങൾ എന്താണ്? ഷാർപ്പ് ടാലോൺസ്, കൂർത്ത വളഞ്ഞ മൂർച്ചയുള്ള നഖങ്ങളാണ്. നിങ്ങൾക്ക് അവിടെ ഷാർപ്പ് ക്ലോസ് എന്ന് എഴുതിയാലും മതി. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, കൂർത്ത നഖങ്ങൾ ആർക്കായിരുന്നു? മരം കൊത്തിക്കില്ലേ. പെക്കറിന് മരത്തിൽ ഇങ്ങനെ അല്ലി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഷാർപ്പ് ക്ലോസ് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത് തന്നെ ആ പോയിന്റ് തന്നെ ഇവിടെ നിങ്ങൾ എഴുതിയാൽ മതി, ഷാർപ്പ് ക്ലോസ്. എന്തിനാണ് ഈഗിളിന് ഷാർപ്പ് ക്ലോസ്? ഇങ്ങനെ കോഴിക്കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ റാഞ്ചി എടുത്ത് കൊണ്ടുപോകാൻ, അതിനെ ഇറുക്കി പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പരുന്തിന്, ഈഗിളിന് ഷാർപ്പ് ക്ലോസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ചിത്രത്തിൽ കണ്ടില്ലേ, അതിൻ്റെ ഇരയെ അതിന് കാലിൻ്റെ നഖങ്ങൾ കൊണ്ട് ഇറുക്കി പിടിച്ചിരിക്കുന്നത്. സോ എന്താണ്? പരുന്തിന്, ഈഗിളിന് ഷാർപ്പ് ക്ലോസ് ആണ് ഉണ്ടാവുക, മൂർച്ചയുള്ള നഖങ്ങളാണ് അതിൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്ത് എഴുതാം? തീക്ഷ്ണമായ കാഴ്ച ശക്തിയാണ്, കീൻ ഐ സൈറ്റ്. നല്ല കാഴ്ച ശക്തിയാണ് ആർക്കുള്ളത്? ഈഗിളിന്, പരുന്തിനുള്ളത്. നമ്മൾ പറഞ്ഞു അത്രയും ഹൈറ്റിലാണ് ഈഗിൾ, പരുന്ത് പറക്കല്ലേ. പക്ഷെ അത്രയും ഹൈറ്റിൽ പറക്കുമ്പോഴും താഴെയുള്ള ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും മീനുകളാണെങ്കിലും ഒക്കെ ആർക്ക് കാണാൻ പറ്റും? പരുന്തിന് കാണാൻ പറ്റും. അത്രയും നല്ലൊരു കാഴ്ച ശക്തിയാണ് പരുന്തിനുള്ളത്. സോ നമ്മളിവിടെ ഈഗിളിൻ്റെ അഡാപ്റ്റേഷനിൽ എന്തൊക്കെ പറഞ്ഞു? നഖങ്ങൾ, മൂർച്ചയുള്ള നഖങ്ങളാണ്, ഷാർപ്പ് ക്ലോസ് ആണ്, വളഞ്ഞ ചുണ്ടുകളാണ്, ഷാർപ്പ് മൂർച്ചയുള്ള വളഞ്ഞ ചുണ്ടുകളാണെന്ന്, സ്ട്രോങ് വിങ്സ് ആണ്, നല്ല ബലമേറിയ ചിറകുകളാണ്. ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾ ഓരോ ജീവിൻ്റെത് പഠിക്കുമ്പോഴും അഡാപ്റ്റേഷൻസ് പഠിക്കുമ്പോഴും എന്താണ്? ചിത്രം നോക്കി പഠിക്കുക. എങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് വരാതെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ മരം കൊത്തിയുടേത് പറയുകയാണെങ്കിൽ, മരം കൊത്തിയുടെ ഒരു ചിത്രം മനസ്സിൽ വിചാരിക്കുക. മരത്തിൽ ഇങ്ങനെ അല്ലി പിടിച്ച് നിൽക്കുന്നത് എന്താണ്? 2 പോയിന്റ്സ് ആണ് നമ്മൾ മരം കൊത്തിയുടേത്, വുഡ് പെക്കറിൻ്റെത് പഠിച്ചിട്ടുള്ളത്. എന്താണ്? ഒന്ന് സ്ട്രോങ് ബീക്ക്, നല്ല മൂർച്ചയുള്ള, എന്താണ്, നല്ല കട്ടിയുള്ള ചുണ്ടാണ്. പിന്നെ ഷാർപ്പ് ക്ലോക്സ്, അതിൽ മരത്തിൽ ഇങ്ങനെ അല്ലി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഷാർപ്പ് ക്ലോസ്, മൂർച്ചയുള്ള നഖങ്ങളുണ്ട്. ഓക്കെ, ഈഗിളിൻ്റെതും ചിത്രം മനസ്സിൽ വെക്കുക. ഒരു ഈഗിള് നല്ല ഹൈറ്റിൽ പറക്കുന്ന ഒരു ചിത്രം മനസ്സിൽ കരുതി വെക്കുക. എന്താണ്? അതിന് ഷാർപ്പായിട്ടുള്ള വിങ്സ് ആണുള്ളത്, നല്ല സ്ട്രോങ് വിങ്സ്, ബലമേറിയ ചിറകുകളാണുള്ളത്. പിന്നെ ഷാർപ്പ് ക്ലോസ് ആണ് ഇതിനുമുള്ളത്. എന്താണ്? നല്ല മൂർച്ചയുള്ള നഖങ്ങളാണുള്ളത്, വളഞ്ഞ ചുണ്ടുകളാണ്, കേർവ്ഡ് ബീക്കാണുള്ളത്. പിന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഫ്രോഗിൻ്റെ അഡാപ്റ്റേഷൻ ആണ്, തവളയുടെ അനുകൂലനമാണ്. സോ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? സ്ലിപ്പറി ബോഡിയാണ്, വഴുവഴുപ്പുള്ള ശരീരമാണ്. നമുക്ക് പിന്നെ അടുത്ത പോയിന്റ് എഴുതാം. എന്താണ്? ഓർ ലൈക്ക് വെബ്ഡ് ഫീറ്റ് ആണ്, തുയ പോലുള്ള എന്താണ്? ചർമ്മബന്ധിയായ കാലുകളാണ്. നമ്മുടെ തവളയും വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതിനെ നീന്താൻ വേണ്ടിയിട്ട് സഹായിക്കാനാണ് വെബ്ഡ് ഫീറ്റ് ഉള്ളത്, ചർമ്മബന്ധിയായ കാലുകൾ ഉള്ളത്. ഓക്കെ, നമ്മൾ താറാവിൻ്റെത് പറഞ്ഞപ്പോഴും നമ്മൾ എഴുതിയൊരു പോയിന്റാണ് വെബ്ഡ് ഫീറ്റ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് തവളയുടെ അനുകൂലനത്തിലും എഴുതാൻ പറ്റുന്നതാണ്. അടുത്ത പോയിന്റ് നമുക്ക് എഴുതാം. നോസ്ട്രിൽസ്. എന്താണ്? മൂക്ക് ഉപയോഗിച്ച് കരയിൽ ശ്വസിക്കുന്നു. നമുക്കറിയാം തവള എന്താണ്? കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയാണ്. സോ അതിന് നോസ്ട്രിൽസ് ഉണ്ട്, ശ്വസിക്കാൻ വേണ്ടിയിട്ട് നോസ്ട്രിൽസ്. ഇവിടെ ചിത്രത്തിൽ കാണാം. ഇവിടെ നോക്കിക്കേ, 2 ഓട്ടകൾ, 2 ഹോൾസ് ഇവിടെ കാണുന്നില്ലേ? അതാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നോസ്ട്രിൽസ് ഉപയോഗിച്ചാണ് അവർ ലാൻഡിൽ, കരയിൽ ശ്വസിക്കുന്നത്. എങ്കിൽ വെള്ളത്തിൽ അവർ സ്കിൻ ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്, ത്വക്ക് ഉപയോഗിച്ചാണ് ജലത്തിൽ ശ്വസിക്കുന്നത്. ഇത് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കുക. നോസ്ട്രിൽസ് ഉപയോഗിച്ച് തവളകൾ കരയിൽ ശ്വസിക്കുന്നു, സ്കിൻ, ത്വക്ക് ഉപയോഗിച്ച് അവർ വെള്ളത്തിൽ ശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത അഡാപ്റ്റേഷൻ നമുക്ക് അനുകൂലനം പഠിക്കാം. ആമ്പലിൻ്റെത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ചിത്രമാണ്. ഇവിടെ ആമ്പൽ, വാട്ടർ ലില്ലിയുടേത് നോക്കിക്കേ. തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത്. വി ഫ്ലോട്ട് ഇൻ വാട്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ സാക്സ് ഇൻ അവർ. സോ നിങ്ങൾക്ക് ഇവിടെ വാട്ടർ ലില്ലിയുടെ അഡാപ്റ്റേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, എയർ സാക്സ് ഇൻ സ്റ്റെം എന്ന്. സോ വാട്ടർ ലില്ലിയുടെ അഡാപ്റ്റേഷൻ പഠിച്ചു വെക്കണേ.
ഫ്രോഗിൻ്റെ അഡാപ്റ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. വി ക്യാൻ സ്വിം ഇൻ വാട്ടർ ആസ് അവർ ഫിംഗേഴ്സ് ആർ കണക്റ്റഡ് വിത്ത് സ്കിൻ. അവരുടെ വിരലുകൾ സ്കിന്ന് തൊക്കുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് അവർക്ക് നീന്താൻ കഴിയുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്രോഗിൻ്റെ അഡാപ്റ്റേഷന് എന്താണ് വെബ്ഡ് ഫീറ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒട്ടകത്തിന്റെ അനുകൂലനം പറയുന്നുണ്ട്. മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ്. സോ അവർക്ക് എന്താണ് മുതുകിൽ എന്താണ് ഇങ്ങനെ പൊങ്ങിക്കെടുക്കുന്നത് നമുക്ക് കാണാമല്ലേ. ഒട്ടകത്തിന്റെ ആ മുതുകിലെ കൊഴുപ്പാണ് എന്താണ് അവർക്ക് ദിവസങ്ങളോളം മരുഭൂമിയിൽ കഴിയുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ക്യാമലിൻ്റെ അഡാപ്റ്റേഷൻ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നതാണ് ഫാറ്റ് ഇൻ ഹമ്പ്. ഓക്കെ, മുതുകിലെ കൊഴുപ്പ്. ഓക്കെ, അതാണ് അവരുടെ മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പെൻഗ്വിൻ്റെ അഡാപ്റ്റേഷൻ ആണ്, അനുകൂലനമാണ്. അതെന്ന് പറയുന്നത് ത്വക്കിനടിയിലെ കൊഴുപ്പാണ്. ഓക്കെ, ഫാറ്റ് അണ്ടർ ദി സ്കിൻ ആണ്. അതെന്തിനാണ് അവർക്ക് സഹായിക്കുന്നത്? ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നു. ഓക്കെ, എന്താണ്? പ്രൊട്ടക്റ്റ് ദം ഫ്രം ദി എക്സ്ട്രീം കോൾഡ് ഇൻ ദി പോളാർ റീജിയൻസ്. എന്താണ്? പെൻഗ്വിൻസ് നല്ല തണുപ്പുള്ള അധികം തണുപ്പുള്ള സ്ഥലങ്ങളിലാണല്ലോ. സോ അതിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കുന്നത് എന്താണ്? ഫാറ്റ് ഇൻ അണ്ടർ ദെയർ സ്കിന്നാണ്. അവരുടെ സ്കിന്നിൻ്റെ ത്വക്കിനടിയിലുള്ള കൊഴുപ്പാണ്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. പെൻഗ്വിൻ്റെ അഡാപ്റ്റേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം ത്വക്കിനടിയിലെ കൊഴുപ്പ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മത്സ്യത്തിൻ്റെ അനുകൂലനം, ഫിഷിൻ്റെ അഡാപ്റ്റേഷൻ ആണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ എഴുതാം? ശരീരത്തിൻ്റെ ആകൃതി, ബോഡി ഷേപ്പ് എഴുതാം. പിന്നെ ചിറകുകൾ, ഫിൻസ്. പിന്നെ വാൽ ചിറക്, ടെയിൽ ഫിൻ. പിന്നെ അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽസ്, ചെതുമ്പലുകളുടെ ക്രമീകരണം. പിന്നെ സ്ലിപ്പറി നാച്ചർ, വയുവയുപ്പാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഫിഷിൻ്റെ മത്സ്യത്തിൻ്റെ അഡാപ്റ്റേഷനിൽ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ എന്തിനാണ് ഇതൊക്കെ? മത്സ്യത്തെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന്, ഹെൽപ്പ് ദം ടു മൂവ് ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് എഴുതാം ചെകിളപ്പൂക്കൾ, ഗിൽസ്. അതെന്തിനാണ് സഹായിക്കുന്നത്? മീനുകൾക്ക്, മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട്, ഫിഷ് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ എല്ലാ ഓർഗാനിസത്തിൻ്റെയും എല്ലാ ജീവജാലങ്ങളുടെയും അഡാപ്റ്റേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അഡാപ്റ്റേഷൻ, അനുകൂലനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ വീഡിയോയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ഓർഗാനിസത്തിൻ്റെയും അഡാപ്റ്റേഷൻ, അനുകൂലനം പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് വേണ്ടതെന്ന് കൂടി നിങ്ങൾ കമൻ്റായിട്ട് പറയാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.